വെയിറ്റിംഗ് പെയർ. കബനിയിൽ നിന്ന് നേരെ പോയത് ബന്ദിപ്പൂർക്കാണ്. സ്ഥിരം വഴികൾ കടന്ന് ബന്ദികളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങൾക്ക് മുമ്പിലേക്കാണ് നമ്മൾ എത്തിയത്. അനിൽ ലിജോയും മകനും ചിത്രങ്ങൾ പകർത്തുന്നുണ്ട്. ലിവിൻ ഇതൊന്നും പുത്തരിയല്ല. അവൻ ഒരുപാട് തവണ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങളിൽ ഇപ്പോൾ ഫോട്ടോ എടുപ്പിനായി മാത്രം നിർത്തിയിരിക്കുന്ന പാടങ്ങളുമുണ്ട്. പണം കൊടുത്താൽ നമുക്ക് അതിനുള്ളിൽ കടന്ന് ചിത്രങ്ങൾ പകർത്തുവാൻ സാധിക്കും. ഇതെല്ലാം പകർത്തി നേരെ പോയത് ബന്ദിപ്പൂരിലെ ഗവൺമെൻറ് സ്റ്റേയിലേക്കാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നതിനാൽ ഓഫീസിലെത്തി ബുക്കിംഗ് സ്ലിപ്പ് കാണിച്ച് ഇഷ്ട റൂമായി ചിതലിലേക്ക് വിട്ടു. കുറച്ച് സമയം റൂമിൽ ചെലവഴിച്ചു. അതിനുശേഷം ഗവൺമെൻറ് സ്റ്റേയുടെ ചുറ്റുവട്ടം കുറേ നിരീക്ഷിച്ചു. വൈകിട്ട് ഒരു 7-7:30 ആയപ്പോൾ റൂമിനുള്ളിൽ കയറി. ഈ റൂമുകളുടെ ഒരു പ്രത്യേകതയാണ് 7 മണിക്ക് ശേഷം റൂമിനുള്ളിൽ കയറണം. കാരണം വന്യമൃഗ സാന്നിധ്യം ഒരുപാടുണ്ട് ഇവിടെ. ഈ ദിവസത്തെ വൈകിട്ടത്തെ താമസം ഉഗ്രനായിരുന്നു. രാത്രി മുഴുവൻ കടുവയുടെ ഭീകര ഗർജനവും അത് കേട്ട് പേടിച്ച് ചിഹ്നം വിളിക്കുന്ന ആനകളുമെല്ലാം രാത്രിയെ കളറാക്കി. ഇന്നത്തെ കാഴ്ചകൾ സഫാരിയും വഴിക്കാഴ്ചകളുമെല്ലാമാണ്. രാവിലെ തന്നെ സഫാരിക്ക് ഇറങ്ങി. ബസ്സിലാണ് യാത്ര. ഇത്തവണ നല്ല സഹകരണമുള്ള ഡ്രൈവറും ഗൈഡും ഒക്കെയാണ് ഉള്ളത്. 2 പേർക്കും നമ്മളെ പരിചയവുമുണ്ട്. രാത്രിയിൽ കടുവയുടെ ഗർജനം കേട്ട കാര്യം പറഞ്ഞ് അതുകൊണ്ട് ആ വഴിക്കാണ് വണ്ടി വിട്ടത്. റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ കൊമ്പനും പിടിയും കാഴ്ചകളായി. മീറ്റിംഗ് പെയറാണ്. മുട്ടി ഒരുമിയുള്ള നിൽപ്പാണ്. വളരെ ചുരുക്കമായി മാത്രമാണ് ഇവയെ ഇങ്ങനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. കൊമ്പൻ ചെവിയാട്ടി നിൽക്കുമ്പോൾ അവൾ അവന് മുന്നിലേക്ക് കടന്നു നിന്നു. അവളുടെ സാമീപ്യവും ഗന്ധവുമെല്ലാം അവൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഇത് അവരുടെ ലോകമാണ്. അധികം അവരെ ശല്യം ചെയ്യാതെ വണ്ടി മുന്നോട്ട് വിടുമ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ പുറകുവശത്തായി ആണൊരുത്തൻ തലയെടുത്ത് നിൽക്കുന്നു. രാവിലത്തെ മഞ്ഞും അതുകൊണ്ടുള്ള മൂടലും പച്ചപ്പും എല്ലാം നിറഞ്ഞ ഫ്രെയിമിൽ അവനങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ കൊമ്പുകളുടെ ഭീകരത ശരിക്കും ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ കബനിയെയും ജൂനിയർ ബോഗോശ്വരിയെയും എല്ലാം ഓർമ്മിപ്പിക്കും വിധം നീളമുള്ള കൊമ്പുകളുള്ളവൻ. എന്നാൽ അവരെക്കാളേറെ പൊക്കം ഇവനുണ്ട്. തലയെടുപ്പുമുണ്ട്. വഴി ക്രോസ് ചെയ്യാനുള്ള വരവായിരുന്നു. നമ്മുടെ വണ്ടി കണ്ട് അവനൊന്ന് നിന്നു. തുമ്പിക്കൈ പൊക്കി മണം ഒന്ന് പിടിച്ചു. വളരെ ശാന്തനായി കുറച്ച് സമയം പതിയെ നിന്നു. അതിനുശേഷം പതിയെ നടക്കുകയാണ്. വലതുവശത്തേക്കാണ് അവൻ്റെ പോക്ക്. ഇവിടുത്തെ ഒരു ഉഗ്രൻ ആനയാണ് മുന്നിലുള്ളത്. ഇവൻ്റെ സാന്നിധ്യമാകാൻ കടുവയെ അസ്വസ്ഥനാക്കി എന്ന് തോന്നിച്ചു.
ഈ വനപ്രദേശത്ത് പിടിയാനകളുടെ സാന്നിധ്യം ഒരുപാടുണ്ട്. എങ്കിലും ഇവനെ ഇങ്ങനെ ഈ കാട്ടിൽ നിന്ന് കാണുക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയാണ്. കടല് പോലുള്ള ആനക്കാഴ്ചകളിൽ നിന്ന് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ കടുവ കാഴ്ചകൾ നമ്മൾ തേടുന്നുണ്ടായിരുന്നു. ആ ജീവി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ടാകാം. അവൻ്റെ രാത്രിയിലത്തെ ആ ശബ്ദം വനപ്രദേശത്തെ കിടിലം കൊള്ളിച്ചു എന്നത് വാസ്തവമാണ്. കാഴ്ചകളിലേക്ക് വണ്ടി മറ്റൊരു വശത്തേക്ക് നീങ്ങുമ്പോഴാണ് കഴുകൻ കാഴ്ചയായത്. അതിനെന്തോ പറ്റിയതുപോലെ തോന്നിച്ചു. അധികമൊന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ. തൂങ്ങിയുള്ള നിൽപ്പാണ്. കുറച്ചു സമയം അവനെ പകർത്തുമ്പോൾ മാനും മയിലും എല്ലാം കാഴ്ചകളായി. കൊമ്പനാനകളും മാനും കഴുകനും പിടിയാനയും കുട്ടിയാനയും കുട്ടിക്കൊമ്പനും മങ്കൂസും മയിലും എല്ലാം കാഴ്ചകളാകുമ്പോൾ ഈ കാഴ്ചകൾ മുഴുവനായി കാണുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൂറ്റൊരു കരമാനം ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവിടെ ഫ്രണ്ടി ഉണ്ട്. അവിടെ കണ്ടോളൂ ഇവനെ. കാഴ്ചകളിലേക്ക് വീണ്ടും പിടിയാനയും കുട്ടിയാനയും എത്തി. കുട്ടിയാനയുടെ കാലിനെന്തോ ഏനക്കേട് ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടും അതിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് തള്ളയാനയെ കാണുമ്പോൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ കുട്ടിയാനയെ ഓർത്തു പോവുകയാണ്. ആനക്കൂട്ടം ഉപേക്ഷിച്ച കുട്ടിയാനകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ഓർമ്മപ്പെടുത്തൽ വീണ്ടും സത്യമാകുന്നു. ഒരു നിർവാഹവും ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് ഈ ആനക്കൂട്ടവും അമ്മയൊക്കെ ഇതുപോലെ കുട്ടികളെ ഉപേക്ഷിച്ചു പോകാറുള്ളൂ. തുമ്പിക്കൈ അറ്റുപോയതും കാലുകൾ ഒടിഞ്ഞു തൂങ്ങിയതുമായ ആനക്കുട്ടികളും എല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളായി വന്നിട്ടുണ്ട്. അവയെല്ലാം ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ ആനക്കൂട്ടത്തിന് എന്നുമുള്ളത്. വനപാലകൾ സംരക്ഷിച്ചിരുന്ന കുട്ടിയാന ചെരിഞ്ഞപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കരൾ രോഗമെന്നാണ്. രോഗം എന്താണെങ്കിലും ഇതവ കൃത്യമായി തിരിച്ചറിയുകയും ആനക്കൂട്ടം അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും.
അതിനെ ഉപേക്ഷിക്കുമ്പോൾ ഒന്ന് പറയട്ടെ, മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് അവയങ്ങനെ ചെയ്യുന്നത്. ഇത് കാടിൻ്റെ നിയമമാണ്. വേദനയോടെങ്കിലും അതിനോട് പൊരുത്തപ്പെടാതെ ആ അമ്മയ്ക്കും മറ്റു മാർഗങ്ങളില്ല. കാലുകൾ വലിച്ചു നീട്ടി നമുക്ക് മുമ്പിലുള്ള കുട്ടിയാനെ അമ്മയുടെ തണലിൽ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ചെരിഞ്ഞ കുട്ടിയാനെയും അവനെ പരിപാലിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയും വേദനയായി അവശേഷിക്കുന്നു. കാഴ്ചകളിൽ മാനും ഫ്ലമിംഗോസും എല്ലാം ഉണ്ട്. മെയിൻ റോഡിൽ എത്തിയപ്പോൾ വീണ്ടും ആനകൾ മുമ്പിൽ. കുറേ ആനകളുണ്ട്. അതെല്ലാം ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു. കൂട്ടത്തിൻ്റെ നേതാവാണെന്ന് തോന്നുന്നു നമുക്ക് മുന്നിലുള്ളത്. അവൾ അങ്ങനെ നിൽക്കുകയാണ്. അധിനിവേശ കൊന്നയുടെ ഇടയിലാണ് അവളുടെ നിൽപ്പ്. അവളെ കുറച്ച് സമയം പകർത്തി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുട്ടിക്കൊമ്പൻ. ബന്ദിപ്പൂരിൽ എന്നും ആനകളുടെ കാഴ്ചകൾ സമ്പന്നമാണ്. ആ കാഴ്ചകൾ എന്നും നമുക്ക് വിരുന്നൊരുക്കിയിട്ടേ ഉള്ളൂ. വണ്ടിയുണ്ട് ഏറ്റവും ഇഷ്ടം നമ്മൾ പോകുന്ന വഴി കിട്ടുന്ന ടിക്കറ്റ് ലുക്കായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ബന്ദിപ്പൂർ എന്നും ഒരു സ്വപ്ന ലോകമാണ്. ഇവിടുത്തെ കാടുകളുടെ പ്രത്യേകതയും ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാറ്റുമെല്ലാം എനിക്കെന്നും മനോഹരമായ ഒരു അനുഭവമാണ് തന്നിട്ടുള്ളത്. നീ ഗ്ലാസ് കാത്തടാ പിന്നെ വരും മങ്ങൽ വരും.
ഇത്രയൊക്കെ ഉള്ളടാ. ഇത്തിരി അങ്ങനെ വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല. വായിക്കുന്ന സർക്കാർ കൊണ്ട് വല്ല സ്വല്പം ആനക്കാഴ്ചകൾ കൊണ്ട് മതിമറന്ന ഈ കാഴ്ചകളിൽ നിന്നും മടങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു തന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നും എനിക്ക് വിലപ്പെട്ടതാണ്. ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് വേഗം എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധിക്കുമെങ്കിൽ അത് മറ്റുള്ളവരിൽ എത്തിക്കുവാൻ ഷെയർ ചെയ്യുക. വന്യജീവി കാഴ്ചകളും മനോഹരമായ പ്രകൃതിയുമായി വീണ്ടും MTA എത്തുന്നതാണ്. സ്നേഹത്തോടെ, നന്ദിയോടെ, ജൂബി കരിക്കാടൻ, MTI.